ഹായ് മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒരു ചാപ്റ്ററാണ് സാർ, ഏഴാമത്തെ എക്സ്റ്റൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, എന്നാൽ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഞാൻ സാർ അത് പഠിക്കുന്നതിൽ എന്തൊക്കെയോ ഒരു ഇടങ്ങേറുണ്ട്. അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ശരിക്കും ഞാൻ എളുപ്പത്തിൽ പറയാം, നിങ്ങൾ ഈ രണ്ട് ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മതി, ആ ചാപ്റ്റർ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് അറിയോ? ആദ്യം ആ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായും കമ്മീഷൻസിനെ പറ്റി പഠിക്കണം. ഒരുപാട് കമ്മീഷൻസ്. എന്താ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്താണ്, പിന്നെ സാധുതയുള്ള സ്ഥാപനങ്ങളാണ് ഈ കമ്മീഷൻസ്. ഈ കമ്മീഷൻ്റെ സ്ട്രക്ചർ പഠിക്കും നിങ്ങൾ. ഘടന എന്താണ്? സ്ട്രക്ചർ പഠിക്കുന്നു, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുന്നു. സ്ട്രക്ചർ പഠിക്കുന്നു, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുന്നു. ഈ രണ്ട് ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ചാപ്റ്ററിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് നയൻത്ത് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ഉൾപ്പെടെയുള്ള പല സംശയങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ? നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിഹാൽ സാർ ഉണ്ട്, നിഹാൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്, 2 അക്കൗണ്ട് ഉണ്ട്. രണ്ടിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയവുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമ്മളവിടെ ക്ലിയർ ചെയ്തരും. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? അല്ലാത്തവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. കമൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എക്സാമിന് എല്ലാ സംശയങ്ങളും ക്ലിയർ ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. വേണ്ടി അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഓരോ കമ്മീഷൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നു, അതിൻ്റെ ഫംഗ്ഷൻ പഠിക്കുന്നു. ഈ 2 രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, സ്ട്രക്ചർ എന്തൊക്കെയാണ്? എന്താ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ട്രക്ചറിനെ പറ്റി ചോദിച്ചാൽ എന്താ എഴുതാം? നമുക്കറിയാം 25 ജനുവരി 1915 അത് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കും, 2 കമ്മീഷണർമാരായിരിക്കും അല്ലെ? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാർ അടങ്ങുന്നതാണ് അതിൻ്റെ ഒരു സംഘം. നോട്ട് ചെയ്ത് വെക്കുക. ദേ ആർ അപ്പോയിന്റ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരെ അപ്പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ടെന്യൂർ എത്ര? അവരുടെ കാലാവധി എത്ര? 6 വർഷത്തേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവരും ആയിരിക്കും അവരുടെ എന്ത് കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇത് അതിൻ്റെ സ്ട്രക്ചർ, ഘടന. ഫംഗ്ഷൻ ഒരുപാട് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ്. ഇലക്ഷൻ്റെ A to Z കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. അതിൽ ഇലക്ഷൻ്റെ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്, തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ ആരൊക്കെ നടത്തുന്നത്? നമ്മൾ സൂപ്പർവിഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൺട്രോൾ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭ മെമ്പർ, രാജ്യസഭ, അങ്ങനെ എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ എന്താണ്? കോഡ് ഓഫ് കണ്ടന്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ സിമ്പിൾസ്, ഇലക്ഷൻ മത്സരിക്കുന്ന ആൾക്ക് സിമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത്. കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഘടന പഠിച്ചു വെക്കുക, ഫംഗ്ഷൻ പഠിക്കുക. രണ്ടാമത് ഏതാ? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനാണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താ? 93 നിലവിൽ വന്നാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. 6 മെമ്പേഴ്സാണ് അതിലുണ്ടായിരിക്കും അല്ലേ? ചെയർപേഴ്സൺ ആരായിരിക്കും? റിട്ടയർ ജഡ്ജി ആയിരിക്കും അല്ലേ? റിട്ടയർ ജഡ്ജി ആയിരിക്കും അതിൻ്റെ. പിന്നെ സുപ്രീം കോടതി റിട്ടയർ ജഡ്ജി ആയിരിക്കും അതിൻ്റെ. പിന്നെ ആരായിട്ടുണ്ടായിരിക്കുക? അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരിക്കുക. ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ, ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 വർഷമായിരിക്കും ഇതിൻ്റെ കാലാവധി. അല്ലെങ്കിൽ ജഡ്ജിക്ക് എത്ര വയസ്സ്? 70 വയസ്സ് ഇല്ല, ചെയർമാൻ 70 വയസ്സായി കഴിഞ്ഞാൽ, ചെയർപേഴ്സൺ 70 വയസ്സായി കഴിഞ്ഞാൽ അദ്ദേഹം റിട്ടയർ ചെയ്യണം. അല്ലെങ്കിൽ 3 വർഷക്കാലമാണ് ഇതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇതിൻ്റെ ടെന്യൂർ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതി അന്വേഷിക്കുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക, അതുപോലെ ടു വിസിറ്റ് ജയിൽ ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ ദ റിഫോംസ് അല്ലേ? അപ്പോൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിപാടികളും ചെയ്യലാണ് ആരെ പരിപാടി? മനുഷ്യാവകാശ കമ്മീഷന്റെ പരിപാടി. അപ്പോൾ സ്ട്രക്ചർ പഠിക്കുക, കമ്മീഷൻ പഠിക്കുക. വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. ഇനി അടുത്തതാ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, വനിതാ കമ്മീഷനെ പറ്റി. ആദ്യം അതിൻ്റെ ഘടന പഠിക്കാം, സ്ട്രക്ചർ പഠിക്കാം. ജനുവരി 1922 ജനുവരി 31 1992 നിലവിൽ വരുന്നത്. ആരൊക്കെ? ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ആൻഡ് 1 മെമ്പർ സെക്രട്ടറി ആയിരിക്കും അതിലുണ്ടായിരിക്കുക. ദ മെമ്പേഴ്സ് ഓഫ് കമ്മീഷൻ ആർ അപ്പോയിന്റ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിലേക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദെയർ ടെന്യൂർ ഓഫ് ഓഫീസ് ഈസ് 3 years. എത്ര വർഷത്തേക്കാ? 3 വർഷത്തേക്കാണ് അതിൽ ആളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ കാലാവധി കൃത്യമായി നോട്ട് ചെയ്യുക. പിന്നെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാലോ എന്താണ്? സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എന്താണ്? ഭരണഘടനാ നിയമങ്ങളെ പരിശോധിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ കൊടുക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുക അല്ലെ? വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കുക, ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള പരിപാടികൾ ചെയ്യുക. അപ്പം അങ്ങനെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷന്റെ. ഇത് ഘടനയാണ്. അതെന്താണ്? അതിൻ്റെ ചുമതലകളാണ്, ഫംഗ്ഷനാണ്. ഈ രീതിയിൽ പഠിക്കേണ്ടത്. സ്ട്രക്ചർ പഠിക്കണം, ചുമതലകൾ പഠിക്കാം. ഓക്കെ, ആ രീതിയിൽ പഠിച്ചു വെക്കട്ടെ. ഇനി നാഷണൽ മൈനോറിറ്റി കമ്മീഷനാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ എന്ന 1993 മെയ് 17 നിലയിൽ വന്നത് അല്ലേ? ദ കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 മെമ്പേഴ്സ്. ആരൊക്കെ അതിലുണ്ടായിരിക്കുക? ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, ഒരു 5 മെമ്പേഴ്സും അതിലുണ്ടായിരിക്കും. വേണ്ടി ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആരാ സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുക? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുക. എത്ര വർഷത്തേക്കാ? 3 വർഷത്തേക്ക്. ഒരു മാറ്റം അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ് 6 വർഷം. ബാക്കി എല്ലാ കമ്മീഷന്റെ ഡ്യൂറേഷൻ എത്രയാ? വെറും 3 വർഷമാണ്. പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ നമ്മൾ ന്യൂനപക്ഷന്റെ വികസനം, പുരോഗതി വിലയിരുത്തുക, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക, നിയമപരമായ സംരക്ഷണം കൊടുക്കുക, അവകാശ ലംഘനം ഉണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുക. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഫംഗ്ഷൻ ഒന്ന് വായിച്ച് നോക്കി മാത്രം പോയാൽ മതി കേട്ടോ. പഠിക്കുന്ന ഫോർമാറ്റ് ഇതാണ്. സ്ട്രക്ചർ പഠിക്കുക,
ഫംഗ്ഷൻ പഠിക്കുക. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ആയിക്കോട്ടെ, രണ്ടും നിലവിൽ വന്ന് 2004 അല്ലേ. ആരൊക്കെ ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 3 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ കാലാവധി 3 വർഷമാണ്. സെയിം സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഘടനയിൽ ചെറിയ മാറ്റം അത് ഫോം ചെയ്ത വർഷത്തിലും അതുപോലെ തന്നെ ചില കാര്യത്തിൽ മാത്രം അതിലെ അംഗങ്ങളെ കാര്യത്തിൽ ചെറിയ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ സാധിക്കും. ഇതൊരു ടഫും ഇല്ല. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് എന്തായാലും ഒരു 5 മാർക്ക് 6 മാർക്ക് എടുത്ത് ചോദ്യം ഈ ചാപ്റ്റർ എന്തായാലും ചോദിക്കും കേട്ടോ. ഇനി ദേശീയ പട്ടിക കമ്മീഷൻ പറഞ്ഞു. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് സെയിം പരിപാടി തന്നെ, ഒരേപോലെ തന്നെ. നോക്കൂ, ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, 3 മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, 3 വർഷത്തേക്കാണ് ആളെ തിരഞ്ഞെടുക്കുന്നത്. സെയിം ആണ്. ഈ സ്ട്രക്ചർ ഈ രീതി അങ്ങ് പഠിച്ചാൽ മതി. പിന്നെന്താ, പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സ്ട്രക്ചർ പഠിക്കുന്നു, പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കാം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്ത് സംശയം താഴെ കമൻറ്റ് ചെയ്തോ. ആൻഡ് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിഹാൽ സാർ, നിഹാൽ പെർസ്പെക്ട് 2 നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാം. അതുപോലെ ബാക്കി ലൈവിലും ബാക്കി റെക്കോർഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രഡിക്ഷൻ വീഡിയോയിലെ ടോപ്പിക്സ് വൈസ് നമ്മൾ ചില പ്രഡിക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ടോപ്പിക്കിൽ നിങ്ങൾ നന്നായി പഠിക്കുക. ആൻഡ് ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരും, അത് ഫോളോ ചെയ്യുക. കൂളായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ടെൻഷൻ ഒരുപാട് കുട്ടികൾ മെസ്സേജ് സാറാണ് ടെൻഷൻ. ഈ ടെൻഷൻ വെറുതെ വിചാരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന സാധനം. അപ്പോൾ നിങ്ങൾ ആ ഇരുത്തം മാറ്റിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ആ ടെൻഷനൊക്കെ പോകും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ബാക്കി നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.